ലോകത്തിന്റെ നെറുകയിലേക്കുള്ള യാത്രയിലാണ് ഇന്ത്യ. ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാവുകയാണ് നമ്മുടെ രാജ്യം എന്നുള്ള പ്രചരണങ്ങൾക്കിടയിലും ഒരു നാണക്കേട് കണ്ടില്ലെന്ന് നടിക്കുകയാണോ നമ്മൾ? സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തെക്കുറിച്ചും ജനോപകാരപ്രദമായ പുതിയുഗ സങ്കേതങ്ങളുടെ വരവിനെക്കുറിച്ചുമൊക്കെ നാം അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ മലിനജല ചാലുകളും സെപ്റ്റിക് ടാങ്കുകളും വൃത്തിയാക്കാൻ ഇന്നും മനുഷ്യൻ അവയ്ക്കുള്ളിലേക്ക് ഇറങ്ങിയാലേ പറ്റൂ എന്ന അവസ്ഥയാണ്. പാർശ്വവൽകൃത സമൂഹത്തിൽപ്പെട്ട ഇന്ത്യൻ പൗരന്മാർ അന്നന്നത്തെ അന്നത്തിനായി അപകടം നിറഞ്ഞ ഈ മലിനജല കുഴികളിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു എന്നത് ഇന്ത്യൻ പെരുമയ്ക്ക് മേലുള്ള ഒരു വലിയ നാണക്കേടാണെന്ന് പറയാതിരിക്കാനാവില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്ത് ആകെ 315 പേർ ഈ അപകടകരമായ ജോലികൾ ചെയ്യുന്നതിനിടെ മരണപ്പെട്ടതായി സർക്കാർ കണക്കുകൾ പറയുന്നു. മലിനജല ചാലുകളും സെപ്റ്റിക് ടാങ്കുകളും ശുചീകരിക്കുന്നതിനിടെ തൊഴിലാളികൾ മരണപ്പെടുന്ന സംഭവങ്ങൾ ഗുരുതരമായ സാമൂഹിക പ്രശ്നമായി തുടരുന്നതായി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വെളിപ്പെടുത്തിയ കണക്കുകൾ വ്യക്തമാക്കുകയാണ്. 2013 പാസാക്കിയ ഒരു നിയമപ്രകാരം ഇന്ത്യയിൽ മാനുവൽ സ്കാവെഞ്ചിങ് അഥവാ തോട്ടിപ്പണി നിരോധിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ മഹാരാഷ്ട്ര, ഹരിയാന, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഡൽഹി, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ 7 സംസ്ഥാനങ്ങളിലാണ് ഇത്തരം മരണങ്ങളുടെ 77.5% റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ടത്, 53 പേർ. ഹരിയാനയിൽ 43, തമിഴ്നാട്ടിൽ 38, ഉത്തർപ്രദേശിൽ 35, ഡൽഹിയിൽ 26, ഗുജറാത്തിൽ 25, രാജസ്ഥാനിൽ 24 മരണങ്ങൾ രേഖപ്പെടുത്തി. സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പിലെ സഹമന്ത്രിയായ രാംദാസ് അഠാവലെ രാജ്യസഭയിൽ നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. ശുചീകരണ തൊഴിലാളികളുടെ മരണവുമായി ബന്ധപ്പെട്ട ജാതി വിവരങ്ങൾ സർക്കാർ ശേഖരിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മനുഷ്യൻ നേരിട്ടിറങ്ങിച്ചെന്ന് ചെയ്യുന്ന അപകടകരമായ ശുചീകരണ ജോലികൾ ഇപ്പോൾ നിലവിലില്ല എന്നൊക്കെയാണ് നാം ഊറ്റം കൊള്ളുന്നത്. എന്നാൽ ഈ മരണക്കണക്കുകൾ വ്യത്യസ്തമായൊരു ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. ഈ വിഷയത്തിൽ CPM MP ജോൺ ബ്രിട്ടാസ് ശക്തമായ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. അപകടകരമായ ശുചീകരണം പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന സർക്കാരിന്റെ അവകാശവാദങ്ങൾ ഈ കണക്കുകൾ തള്ളിക്കളയുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ മരണങ്ങൾ സാധാരണ അപകടങ്ങൾ അല്ല, മറിച്ച് മുൻകരുതലുകൾ എടുക്കാത്തതും നിയമങ്ങൾ പാലിക്കാത്തതുമായ സംവിധാനങ്ങളുടെ പരാജയങ്ങളുടെ ഫലമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ശുചീകരണ തൊഴിലാളികളുടെ ജാതി അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാത്തത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ മറയ്ക്കുന്നതാണെന്നും ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത്തരം വിവരങ്ങളുടെ അഭാവം ഉത്തരവാദിത്തം കുറയ്ക്കുകയും പ്രശ്നത്തെ നേരിടാൻ ആവശ്യമായ ലക്ഷ്യബദ്ധമായ നയങ്ങൾ രൂപപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി യന്ത്രവൽകൃത സംവിധാനങ്ങൾ നിലവിലുണ്ട്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങളുടെ ഫലമായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ സംസ്ഥാനം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്നത് അടിവരയിടേണ്ടതുണ്ട്. ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യത്ത് ഇപ്പോഴും ഗൗരവമായ പോരായ്മകൾ ഉണ്ടെന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. യന്ത്രവൽക്കരണം, സുരക്ഷാ ഉപകരണങ്ങളുടെ ഉപയോഗം, നിയമങ്ങളുടെ കർശനമായ നടപ്പാക്കൽ എന്നിവ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്ത് ആകെ മരിച്ച 315 ശുചീകരണ തൊഴിലാളികൾ ആർക്കുവേണ്ടിയാണ് ജീവൻ വെടിഞ്ഞതെന്ന് സമൂഹ മനസാക്ഷി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്.